നിർമ്മാണപ്പിഴവ് മൂലം തകർന്ന വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിലെ ചന്ദർകുഞ്ച് സൈനിക ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. താമസക്കാരുടെ സുരക്ഷ മുൻനിർത്തി ഫ്ളാറ്റ് സമുച്ചയത്തിലെ ബി, സി ടവറുകൾ പൊളിച്ച് പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അധ്യക്ഷനായ സമിതിയിൽ ചന്ദർകുണ്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, PWD ബിൽഡിംഗ് വിഭാഗം സ്ട്രക്ചർ എഞ്ചിനീയർ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ടൗൺ പ്ലാനർ എന്നിവരെല്ലാം അംഗങ്ങളാണ്. കൊച്ചി മെട്രോ റെയിലിന്റെയും ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷന്റെ പ്രതിനിധിയെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിപ്പിക്കൽ, പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് ഫ്ളാറ്റ് സമുച്ചയ പ്രദേശങ്ങൾ സമിതി സന്ദർശിക്കുന്നത്. മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിച്ച മാതൃകയിൽ തന്നെ അപകടാവസ്ഥയിലുള്ള ചന്ദർകുഞ്ച് ഫ്ളാറ്റും പൊളിക്കാനാണ് ആലോചിക്കുന്നത്. സമിതി സ്ഥലം സന്ദർശിച്ച് നടത്തുന്ന വിലയിരുത്തലിന് ശേഷം തീരുമാനമെടുക്കും. കൊച്ചി മെട്രോ റെയിൽ ഇതിനടുത്തുകൂടി കടന്നുപോകുന്നതിനാൽ കർശന സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു മാത്രമായിരിക്കും നിയന്ത്രിത സ്ഫോടനം നടത്തുന്നതിലും തീരുമാനമെടുക്കുക. 2020 മരട് ഫ്ളാറ്റ് പൊളിക്കലിന് നേതൃത്വം കൊടുത്ത സ്ട്രക്ചറൽ എഞ്ചിനീയർ അനിൽ ജോസഫും സമിതിയിലുണ്ട്. പൊളിക്കൽ നടപടികൾ സംബന്ധിച്ച് 2 ആഴ്ചക്കകം യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ബി, സി ടവറുകൾ പൊളിക്കുമ്പോൾ തൊട്ടടുത്തുള്ള എ ടവറിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. വീണ്ടും ചേരുന്ന സമിതി യോഗത്തിൽ കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്, അഗ്നിരക്ഷാ സേനാ പ്രതിനിധികളും പങ്കെടുക്കും. ജനം, കൊച്ചി.